ആളെങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്കും ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇഷ്ടമായി. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇനി എങ്ങോട്ടാന്നല്ലേ? അപ്പോൾ ഇന്ന് നമ്മളെ മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. വേറൊന്നുമല്ല, കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിയിലേക്കാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മേ ബി വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ലുലുവിൽ വരുന്നവർ മാത്രമല്ല കേട്ടോ, അവിടെ ആശീർവാദം ഉള്ളതുകൊണ്ട് സിനിമ കാണാൻ വരുന്നവരും കുറേ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ കണ്ണാടി കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്ന പോലെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ബാവോത്താവോ കണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് പോയി നോക്കി. പിന്നെ ഞങ്ങളൊരു കോള വാങ്ങിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഫുഡ് വന്നു കേട്ടോ. ഞാനൊരു ഷവർമ്മയും ജിബി ഒരു ഷവായിയാണ് വാങ്ങിച്ചത്. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നുകൊണ്ട് പിന്നെ വിശന്നു. അങ്ങനെ ഞങ്ങൾ ഡോമിനോസിന് ഒരു പിസ്സ കൂടെ കഴിച്ചു. ഞങ്ങളാണെങ്കിൽ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ടൈ ചെയ്തിട്ടേ അകത്ത് കയറ്റുള്ളൂ. ആദ്യം തന്നെ പോയി പനീർ എടുത്തിട്ടുണ്ടായിരുന്നു. പനീർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു പാക്കറ്റ് തന്നെ എടുത്തു. പിന്നെ 2 കോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ അവക്കാഡോ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കി എടുക്കുന്ന ഒരു ടാസ്ക് അല്ലേ. ശരിക്കും പറയാമല്ലോ, അവിടുത്തെ മീനുകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും അവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയായിട്ട് ഞണ്ട് വാങ്ങണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഞണ്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുറച്ച് ഞണ്ട് വാങ്ങി. ചേട്ടനോട് വലുത് നോക്കി തന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, ചോക്ലേറ്റ് സെക്ഷൻ. അവിടെ നിന്ന് ഒരു കൊറിയൻ നൂഡിൽസും എടുത്തിട്ട് ഞങ്ങൾ നേരെ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് വിട്ടു. ഈ ടോബ്ലറോൺ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. മനസ്സുകൊണ്ട് ഇപ്പോഴും കുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കാം കിഡ് സെക്ഷനിൽ വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. എന്തോരം കളിപ്പാട്ടങ്ങളല്ലേ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കാലത്തൊന്നും ഇത്രയും വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാ ദേവനെ ആരോ കൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന കാണുന്നത്. സ്കൂൾ ഓപ്പൺ ആവാറായതുകൊണ്ട് പിള്ളേരെ പറ്റിക്കാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു ടോയും കുറച്ച് കളറിങ് ബുക്സും ക്രയോൺസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നുകൊണ്ട് രണ്ടുപേരും കൂടെ പറക്കി വെച്ചത്. ഞങ്ങൾ 3 ക്യാരി ബാഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. ബില്ല് കണ്ട് ബോധം പോയ സ്ഥിതിക്ക് സാധനങ്ങളും പറക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ചേട്ടൻ ബില്ല് കണ്ട് അപ്രൂവും ചെയ്ത് വിട്ടു. അത്യാവശ്യം ആളായതുകൊണ്ട് തന്നെ ലിഫ്റ്റിലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഒരു ലിഫ്റ്റ് ഓടിപ്പിടിച്ച് ഞങ്ങൾ താഴെ എത്തി. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 10-11 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് നല്ല ആളുണ്ടായിരുന്നു. എല്ലാവരും പറക്കി കിട്ടി പോകാനുള്ള തിരക്കിലായിരുന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ. അങ്ങനെ ഞാൻ ട്രോളി സാധനങ്ങളും കൊണ്ട് കുറച്ച് നേരം അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നുകൊണ്ട് തന്നെ ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാനേജ് ചെയ്തു. അങ്ങനെ സാധനങ്ങളെല്ലാം പറക്കി കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയി.